അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് 5ാം ക്ലാസ് വരെ? കഴിഞ്ഞ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മധുബിറാനെ അന്താസ്മേ പേഷൻഗോയി കർണ ഓർമ്മ ഉണ്ടോ? പിന്നെ ചില്ലി ഗൽഗൽക്കർ ചെടി രഹി അതൊക്കെ ഓർമ്മ ഉണ്ടോ? ഉണ്ടാവും അല്ലേ? ചംകേലി സത്ത് ഓർമ്മ ഉണ്ടോ? ഏതായാലും പോട്ടെ, നമ്മളിപ്പോൾ ഉസ്താദ് മങ്ഹുവിനെ കുറിച്ചായിരുന്നു നയാ ഖാനൂൻ എന്ന ഈ പാഠത്തിലൂടെ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. അദ്ദേഹം ഒരു കുതിരവണ്ടിക്കാരനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യും, പിന്നെ അവിടുന്നും ഇവിടുന്നും ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന് കിട്ടും. അങ്ങനെ ആ അറിവ് വെച്ചിട്ട് നാട്ടിൽ നല്ല അറിവുള്ള ആൾക്കാരെ പോലെ ഇങ്ങനെ നടക്കുന്ന പരിപാടിയായിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ കഥാപുരുഷനായിട്ടുള്ള ഉസ്താദ് മങ്ഹുവിനുണ്ടായിരുന്നത്. ഇനി അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അവരെ കണ്ണിൻ്റെ മുന്നിൽ കണ്ടുകൂടാ, അതിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു അവസാനത്തിൽ പറഞ്ഞിരുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത്. ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇനി എടുക്കാനുള്ളത് ഇനിയുള്ള ക്ലാസ്സൊക്കെ എന്താണ്, നല്ല കുറച്ച് ടൈറ്റ് തന്നെയാണ്. പിന്നെ ചില വേർഡുകളൊക്കെ അർത്ഥം ചിലത് കിട്ടാത്തതൊക്കെ ഉണ്ട്. അതെന്ത് ചെയ്യണം? അത് നോട്ട് ചെയ്യണം. മാത്രമല്ല അത് ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളെ കോളേജൊക്കെ തുറന്നിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമുദാരെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ ഇതിലേ നമ്മളെ കയ്യിൽ കിതാബില്ല. പിന്നെ അതേപോലെ ഡിക്ഷണറി, ഫൈറുസലുവാത്തോ മാരിഫലുവാത്തോ അതൊക്കെ കോളേജിലും പള്ളിയിലൊക്കെ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി നമുക്ക് ക്ലാസ് എടുക്കുമ്പോഴുണ്ട്. കാരണം കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട്, ഉറുദു കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ചില അർത്ഥങ്ങൾ, ചില സംശയം എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഓർമ്മയിൽ ഇങ്ങനെ എടുത്ത് പോവുകയാണ്. ചില അർത്ഥങ്ങൾ എനിക്ക് ഒരു ഡൗട്ടുള്ളതുണ്ട്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നുണ്ട്, ആ ഡൗട്ടുള്ള വേർഡുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അർത്ഥം എല്ലാത്തിൻ്റെയും പറഞ്ഞാലും പക്ഷേ എനിക്ക് ചിലവൊക്കെ ഒന്ന് സംശയമുണ്ട്. പിന്നെ നമ്മളെ ഫോണിലും തന്നെ അതിൻ്റെ ഇതില്ല, എല്ലാ അർത്ഥം കിട്ടുന്ന ഡിക്ഷണറി ഇല്ല. ആകെ ഒരു ഉറുദു ലുഗത്ത് എന്ന് പറയും, അതിലും അല്ലാതൊന്നും ഇല്ല. ഏതായാലും അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഏതായാലും ഇന്ന് എടുക്കാനുള്ളത് ഞാൻ വായിക്കാൻ പോവാണ്. അത് നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? എന്നായിക്കോട്ടെ. ये मोटी गाली देने के बाद वो अपने सर को ठेली पकड़ समेत झटका देकर कहता था, आग लेने आए थे, अब घर के मालिक ही बन गए हैं, नाक में दम कर रखा है उन बंदरों की औलाद ने, यूं रूब काटते हैं गोया हम उनके बावा के नौकर हैं, उस पर भी उसका गुस्सा ठंडा नहीं होता था जब तक उसका कोई साथी उसके पास बैठा रहता, वो अपने सीने की आग उगलता रहता, शक्ल देखते होना तुम उसकी जैसे कोड़े हो रहा है, बालकुल मुर्दार, एक दप्पे की मार और गिटपिट यूं बुक रहा था जैसे मार ही टालेगा, तेरी जान की कसम पहले फल जी मैं आई के मालाओं की खोपड़ी के बर्जे उड़ा दूं, लेकिन इस ख्याल से टल गया कि इस मरदूद को मारना अपनी हतक है। ये कहते कहते थोड़ी देर के लिए वो खामोश हो जाता और नाक को खाकी कमीज की आस्तीन से साफ करने के बाद फिर बुड़बुड़ाने लग जाता, कसम है भगवान की, उन लाड साहिबों के नाज उड़ाते उड़ाते तंग आ गया हूँ, जब कभी उनका मनहूस चेहरे देखता हूँ रंगों में खून खोलने लग जाता है, कोई नया कानून बनने तो उन लोगों से नजात मिले,
तेरी कसम जान में जान आ जाए। और जब एक रोज़ उस्ताद मंगू ने कचेरे से अपने तांगे पर 2 सवारियां लादें और उनकी गुफ्तगू से उसको पता चला कि हिंदुस्तान में जदीद आइन नाफिद होने वाला है, तो उसकी खुशी कोई इंतहा न रही. മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞൊക്കെ എന്താണെന്ന് തിരിഞ്ഞോ? മനസ്സിലായോ? ഫസ്റ്റ് തുടക്കത്തിൽ മൂപ്പര് എന്താണ് ആ ബ്രിട്ടീഷുകാരോടുള്ള ആ ദേഷ്യം ഒന്നുപാടെ ശക്തമായിട്ട് തീർക്കുകയാണ്. എന്താ നോക്കാം. ഏ മോട്ടി ഗാലി ദേനേക്കെ ബാദ്, ഈ തടിച്ച, മോട്ടി എന്ന് പറഞ്ഞാൽ തടിച്ച വണ്ണമുള്ള, അഥവാ ഇവിടെ പറയുന്നത് അതിൻ്റെ ഒരു ബാഹുല്യതയെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടി എന്ന് പറഞ്ഞത്. ഏ മോട്ടി ഗാലി ദേനേക്കെ ബാദ്, ഈ വലിയ ഒരു ചീത്ത പറഞ്ഞതിന് ശേഷം, ഗാലി ദേന എന്ന് പറഞ്ഞാൽ ചീത്ത പറയാം, ചീത്ത പറഞ്ഞതിന് ശേഷം, ഓ അപ്പിനെ സർക്കോ, അദ്ദേഹം തൻ്റെ തലയെ, ടേലി പിക്കഡ് സമയത്ത് ചെടുക്കാതേക്കർ, ടേലി എന്ന് പറഞ്ഞാൽ അയഞ്ഞ, പഖഡ് പറഞ്ഞാൽ തലപ്പാവിനാണ് പഖഡ് എന്ന് പറയാം. അർത്ഥം എഴുതിക്കോളിട്ടോ. സമയത്ത് പറഞ്ഞാൽ കൂടെ, ജഡ്ക്കാതേക്കർ, ജഡ്ക്കാതേക്കർ എന്ന് പറഞ്ഞാൽ അഥവാ തലയിൽ തലപ്പാവൊക്കെ കെട്ടി, പിന്നെ ജഡ്ക്കാതേക്കർ ഉന്തും തള്ളൊക്കെ ഉണ്ടാക്കിയിട്ട്, കഹ്താത്ത അവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്താണ് അവൻ പറഞ്ഞിരുന്ന ഈ മോട്ടി ഗാലി തടിച്ചിട്ടുള്ള ഈ ചീത്ത എന്തായിരുന്നു? ആഗ് ലേനെ ആയേത്തെ അബ് ഗർക്കെ മാലിക് ഹി ബൻ ഗയേ ഹൈ. ആഗ് ലേനെ ആയത്തെ, തീ അണക്കാൻ വന്നതായിരുന്നു. ഒരു പ്രയോഗം കേട്ടത് ബ്രിട്ടീഷുകാരെ പറ്റി അവൻ്റെ ഈ ഉസ്താദ് മങ്കു അദ്ദേഹത്തിൻ്റെ ദേഷ്യം തീർക്കാണ്. ഈ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് എന്തിനു വന്നതായിരുന്നു? എന്തോ കച്ചവടാർത്ഥം വന്നതല്ലായിരുന്നാ? എന്നിട്ട് ഇവിടെ എന്ത് ചെയ്ത് ആകണ്ട് കുട്ടിച്ചോറാക്കി. അതിൻ്റെ ഒരു പ്രയോഗമാണിത്. ആഗ് ലേന ആയത്തെ, തീ അണക്കാൻ വന്നതായിരുന്നു. അബ് ഗർക്കെ മാലിക് ഹി ബൻ ഗയേ ഹൈ. ഇപ്പോൾ വീട്ടിലത്തെ എന്തായിരിക്കുന്നു? വീട്ടിൻ്റെ മാലിക്കായിരിക്കുന്നു എന്ന്. നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കച്ചവടാർത്ഥം വന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ ഇന്ത്യയുടെ ഉടമസ്ഥന്മാരായിരിക്കുന്നു എന്ന്. മനസ്സിലാവുണ്ടോ? ഒരു പ്രയോഗം. ആഗിലേന ആയത്തെ അബ് ഗർക്കെ മാലിക് ഹി ബൻ ഗയേ ഹൈ. ഇനിയും അദ്ദേഹം എന്ത് ചെയ്യാണ്? ഇനിയും അവരെ ശാസിക്കുകയാണ്. നാക്ക് മേ ദം കർ രക്കാ ഹെ ഉൻ ബന്ദറോ കി ഔലാദിനെ. നാക്ക് മേ, മൂക്കിൽ, ദം കർ രക്കാ ഹെ, മൂക്കിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? രക്തം കൊണ്ടുവന്നിട്ടുണ്ട്. ഉൻ ബന്ദറോ കി ഔലാദിനെ, ആ കൊരങ്ങന്മാരുടെ മക്കൾ. അവരോടുള്ള ആ ദേഷ്യം പറയട്ടാ. ബന്ദറോ എന്ന് പറഞ്ഞാൽ കൊരങ്ങന്മാർ. ബന്ദറോ കി ഔലാദിനെ, കുരങ്ങന്മാരുടെ മക്കൾ. ഔലാദിനെ എന്ന മക്കൾ. മൂക്കിൽ ചോര, അഥവാ നമുക്ക് ഒരുപാട് രക്തം, ഒരുപാട് ആളുകളുടെ രക്തമൊക്കെ അവർ ചിന്തിയില്ലേ, അതാണ്. ഇനിയും അവരെ പറ്റിയിട്ട് തന്നെ പറയുന്നത്. യൂം, ഇപ്രകാരം, റൂബ് കാണ്ടത്തെ ഹൈ, അവർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. ഗോയ ആയേക്കാം ഹം ഉൻകെ ഭാവേക്ക് നോക്കറേ. ഓരോ വിചാരം എന്താണ്? ഹം ഉൻകെ, നമ്മൾ ഓരോ ഭാവേക്കെ, വാപ്പാൻ്റെ നോക്കറേൻ, സേവകരാണെന്ന്. അത്രമാത്രം ഒരു സ്വാധീന ശക്തി ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടോ? ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയാട്ടാ. ഉസ് പർ ഭി ഉസ്ക ഔസ ടണ്ടാ നഹി ഹോത്താത്ത, അതിൻ്റെ മേലിലും ഉസ്പർബി, അതിൻ്റെ മേലിലും ഉസ്ക, ഈ ഉസ്താദ് മങ്കുവിൻ്റെ ഉസ്സ, ദേഷ്യം, ടണ്ടാ നഹി ഹോത്താത്ത, തണുത്തിരുന്നില്ല. അഥവാ അതിൻ്റെ മേലിലും എന്തായിരുന്നു? ഇങ്ങനെ ചൂടായി ഇങ്ങനെ വരികയായിരുന്നു. അഥവാ അതിൻ്റെ മേലിലും അവൻ്റെ ദേഷ്യം തണുത്തില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ അതിൻ്റെ ശേഷം ഒരു സംഭവം പറയുന്നുണ്ട്. ജബ് എപ്പോഴാണോ, ജബ് തക്ക് ഏതുവരെയാണോ അവൻ്റെ ദേഷ്യം തണുക്കാതിരുന്നത്, ഉസ്ക കോയി സാത്തി, അവൻ്റെ ഏതൊരു കൂട്ടുകാരൻ, ആരെ? നമ്മുടെ ഉസ്താദ് മങ്കുവിൻ്റെ ഒരു കൂട്ടുകാരൻ, ഉസ്കെ പാസ് ബൈട്ട് രഹാത്ത, അവൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓ അപ്പിനെ സീനേക്ക് ആകു ഉഗൾത്ത രഹ. ഒരു കൂട്ടുകാരൻ വന്ന് കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴടക്കം തൻ്റെ സീന എന്ന് പറഞ്ഞാൽ നെഞ്ചിന്നാണ്. സീന എന്ന് പറഞ്ഞാൽ നെഞ്ചിനാണ് എന്തെന്ന് പറയുക? സീന എന്ന് പറയാം. ആ സമയത്തും ഓ അപ്പിനെ, അവൻ തൻ്റെ, ആ ഉസ്താദ് മങ്കു തൻ്റെ സീനയ്ക്ക്, തൻ്റെ നെഞ്ചിൻ്റെ ആകെ ഉകൽത്താരഹ, തീ ഇങ്ങനെ
ഉഗൽന എന്നാൽ തീ തുപ്പിക്കൊണ്ടേയിരുന്നു എന്നൊക്കെ പറയില്ലേ. ഉഗൽത്താരഹ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്തു, തുപ്പിക്കൊണ്ടേയിരുന്നു എന്ന്. മനസ്സിലാവണ്ട. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടായാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അവൻ പറഞ്ഞതാണ് ഷെക്കിൽ ദേക്കത്തെ ഹോനാത്തും, ഇതെന്താ രൂപമൊന്നും നോക്കണില്ലേ, ഉസ്കെ ജേസി കോഡ് ഹോ രഹാ ഹെ. കോഡ് എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗി, അവൻ്റെ പോലെ കുഷ്ഠരോഗി ആവുകയാണ്. ആരെ പോലെ? ഈ ബ്രിട്ടീഷുകാരനോടുള്ള ആ ദേഷ്യം വീണ്ടും തീർക്കുകയാണ്. മനസ്സിലാവുണ്ടോ? പിന്നെ പറയണത് ബാൽക്കുൽ പരിപൂർണമായിട്ടും മുർദാർ അഴുകിയ, അഴുകിയ മുർദാർ എന്ന് പറഞ്ഞാൽ അഴുകിയ, ഏക്ക് ദബ്ബേക്ക് മാർ ഔർ ഗിഡ്പിഡ് യൂം ബുക്ക് രഹാത്ത. ഏക്ക് ദബ്ബേക്ക് മാർ, ഒരു കൈക്കൊണ്ട് ഇങ്ങനെ അടിച്ചിട്ട്, കൈ കൊണ്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കൊട്ടുകയൊക്കെ ചെയ്യൂലേ, അങ്ങനെ ഒന്ന് കൊട്ടിയിട്ട് ഗിഡ്പിഡ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയാത്ത ഒരു സംസാരത്തിനാണ്. നമ്മളിങ്ങനെ മൂളിപ്പാട്ട് പാടൂലേ അറിയാത്ത രൂപത്തിൽ, അതിനാണ് ഗിഡ്പിഡ് യൂം, അഥവാ അങ്ങനെ ആർക്കും അറിയാത്ത ഒരു ഭാഷയിൽ യൂം ഇപ്രകാരം ബുക്ക് രഹാത്ത എന്ത് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ജയ്സെ മാർഹി ടാലേഗ, അഥവാ ഒരു അടിച്ചിടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവനെപ്പോലെ ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അടിച്ചിങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയില്ലേ. നമ്മളെ കൂടെ ഇല്ല, നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങനെ ഇങ്ങനെ തേങ്ങൂലേ, അപ്പോൾ ആ തേങ്ങലിൽ ഇങ്ങനെ നമ്മൾ ഓരോന്ന് പറയില്ലേ. അപ്പോൾ അതേ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനിങ്ങനെ ഈ ബ്രിട്ടീഷുകാരെങ്ങനെ ശാസിക്കുന്നുണ്ട് എന്ന്. ഇനി അടുത്തതും തന്നെ അവരെ ശാസിക്കുകയാണ്, പക്ഷെ അതിൻ്റെ ശൈലി വേറൊരു ശൈലിയിലാണ്. വേറെ ശൈലി എന്ന് പറഞ്ഞാൽ അവൻ സത്യം ചെയ്യാണ്. തെരെ ജാൻകി കസം, എന്താണ്, ജീവൻ തന്നെയാണ് സത്യം. എന്താണ്, പഹ്ലെ പൽ, ആദ്യം തന്നെ, ജി മൈ ആയി, ഞാനെന്ത് വന്നിട്ടുണ്ടൊക്കെ എന്തെന്നാൽ, മലാവൻ കി കോപ്പടേക്ക് ബർസെ ഉടാതും, ഞാൻ ആദ്യം തന്നെ വന്നാണ്ട് മലാവൻ, ഈ ശപിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ ഈ ബ്രിട്ടീഷുകാർ, അവരുടെ കോപ്പടി എന്ന് പറഞ്ഞാൽ തലയോടിനാണ്, നമ്മളെ തലയോടിനാണ് കോപ്പടി എന്ന് പറയാം. കോപ്പടി എന്ന് പറഞ്ഞാൽ തലയോടിൻ്റെ പർസ ഉടാതും, പർസ എന്ന് പറഞ്ഞാൽ കഷ്ണം എടുക്കുന്നതിനാണ് പർസ എന്ന് പറയാം. പർസ ഉടാതും, ഞാൻ അവരുടെ തലയോട്ടിയുടെ എടുക്കും, കഷ്ണം എടുക്കും. ലേക്കിൻ പക്ഷേ ഇസ് ഖിയാൽ സെ ടൽ ഗയ, ഈ ചിന്തയിൽ നിന്നും മാറിപ്പോയിക്കേ എന്തെന്നാൽ, ഉസ് മർദോം കോ മാർന അപ്നെ ഹത്ക്ക് ഹെ. ഫസ്റ്റ് പറഞ്ഞ് ഞാൻ ഓരോ തലയോട്ടി എടുക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പിന്നെ പറഞ്ഞ് ഇല്ല അങ്ങനെയൊന്നും ചെയ്യൂല. കാരണം എന്താ, ഇസ് മർദോം കോ, ഈ മർദൂദ് കോ, ഈ ആട്ടപ്പെട്ടവനുണ്ടല്ലോ അവനെ, മർദ്ദോനല്ല കേട്ടോ, മർദ്ദോൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ എന്നാവും, അതല്ല ഇവിടെ മർദൂദാണ്, ഇവിടെ ആട്ടപ്പെട്ടവൻ. ഈ ആട്ടപ്പെട്ട ബ്രിട്ടീഷുകാരുണ്ടല്ലോ അവരെ എന്ത് ചെയ്യില്ല, അടിക്കൽ അപ്പിനി ഹത്തക്ക് ഹെ, അതൊരു നല്ലതല്ല. മനസ്സിലാവുണ്ടല്ലോ. കഹത്തെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓരോടുള്ള ദേഷ്യമൊക്കെ ഇങ്ങനെ തീർത്ത് പിന്നെ അവസാനം പറയാം, ഇനിയിപ്പോൾ ഓരെന്ത് ചെയ്തിട്ടില്ല, ഞാൻ അതിൽ നിന്ന് മാറുകയാണ്, ഈ ഭാഗ്യമില്ലാത്തവരെന്ത് ചെയ്തിട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. കഹത്തെ ഇത് പറഞ്ഞിട്ട് തോടി ദേർക്കെലിയെ കുറച്ച് സമയത്തിന് വേണ്ടി ഓ ഹാമൂഷ് ഹോ ജാത്ത, അവൻ എന്ത് ചെയ്തു, നിശബ്ദനായി. ആര്? നമ്മുടെ ഉസ്താദ് മങ്കു നിശബ്ദനായി. ഔർ നാക്ക് കോ ഖാക്കി കമീസ് की आस्तीन से सॉफ करने के बाद फिर बुड़बुड़ाने लगा जाता. और नाक को, നാക്ക് പറഞ്ഞാൽ മൂക്കിനെ, ഖാക്കി ഖമീസിക്ക്, ഖാക്കി എന്ന് പറഞ്ഞാൽ കാപ്പി കളർ ഉണ്ടാവില്ലേ, അതിനാണ് ഖാക്കി എന്ന് പറയാം. ഖാക്കി കാപ്പി നിറത്തിലുള്ള, കമീസ് എന്ന് പറഞ്ഞാൽ കമീസ് നമ്മളെ ഇതുണ്ടല്ലോ, ജുബല്ല, നമ്മുടെ കമീസ് ഉണ്ടല്ലോ, കമീസിൻ്റെ ആസ്തീൻ എന്ന് പറഞ്ഞാൽ കുപ്പായത്തിൻ്റെ കൈകൾക്കാണ് ആസ്തീൻ എന്ന് പറയാം. കുപ്പായത്തിൻ്റെ കരങ്ങളിൽ നിന്നും, കരങ്ങൾ സോഫ് കർണേക്കെ ബാദ് വൃത്തിയാക്കിയിട്ട്, ഫിർ പിന്നെ ബുഡ്ബുഡാനെ ലഗ് ജാത്ത,
ബുഡ്ബുഡാന എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുന്നതിനാണ് ബുഡ്ബുഡാന എന്ന് പറയാം. മനസ്സിലാകണ്ട? ഓന് അവൻ്റെ കമീസിൻ്റെ കൈമ എന്തേലും ചളി എന്തേലും ആയിട്ടുണ്ടാവും. അത് കഴുകിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി, ബുഡ്ബുഡാനെ ലഗ് ജാത്ത, പൊങ്ങച്ചം പറയാൻ തുടങ്ങിയെന്ന്. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവൂലേ? ഇല്ലേ? ചടക്കുണ്ടാ? ഈ പാഠത്തിൻ്റെ ഇത് പോക്ക് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ചടച്ചിട്ടൊന്നും കാര്യമില്ല. നല്ല വേർഡുകളുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അർത്ഥം എഴുതി വെക്കണം. മനസ്സിലാവുണ്ടല്ലോ? ഇപ്പോൾ പാഠം കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയല്ല എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അർത്ഥങ്ങൾ എഴുതി വെക്കണം. മനസ്സിലാവുണ്ടല്ലോ? ബുഡ്ബുഡാന എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയാം. കഴിഞ്ഞ 2 ക്ലാസ്സിന് നമ്മൾ ആകെ ഒരു പേജ് ഫുള്ളാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യണം, ഇത് കുറച്ച് പ്രയാസമായതുകൊണ്ട് അത്ര തന്നെ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പകുതി പേജ് ഒരു ക്ലാസ്സിന് നിർബന്ധമായിട്ട് എടുക്കണം. മനസ്സിലാവുണ്ടല്ലോ? കുറച്ച് സ്പീഡ് പോവാ. നോക്കി, കസം ഹേ ഭഗവാനിക്ക്. ഇനി വേറെ എന്തെങ്കിലും വായിക്കണ്ട. ബഗ് ഉൻകി എന്നൊന്നും വായിക്കണ്ട, ഭഗവ ഉൻകി എന്നൊന്നും വായിക്കണ്ട. മനസ്സിലാവുണ്ടല്ലോ? കഴിഞ്ഞ കൊല്ലത്തെ വായന കണ്ടിട്ട് ഞാൻ പറയാണ്, കളിയാക്കാനൊന്നും കരുതണ്ട, നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട് പറയാം. കസം ഹേ ഭഗവാൻ കി, എന്ത് അള്ളാഹു ആണേ സത്യം എന്ന് പറയില്ലേ, വല്ലാഹി എന്നൊക്കെ പറയില്ലേ. ഇനിയും അവരെ ശപിക്കുകയാണ്. ഉൻ ലാട്ട് സാഹിബോं के नाज उड़ाते उड़ाते तंग आ गया हूँ. ഉൻ ലാട്ട് സാഹിബോൻ. ലാട്ട് സാഹിബോൻ എന്ന് പറഞ്ഞാൽ, ലാട്ട് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, സാഹിബോൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ. മനസ്സിലാവുണ്ടോ? ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നാസ് ഉടാത്തെ, നാസ് എന്ന് പറഞ്ഞാൽ അക്രമം, ഉടാത്തെ സഹിച്ച്, ഉടാത്തെ സഹിച്ച് തെങ്ക് ആകയാഹൂ, എന്ത് ചെയ്തിട്ടുണ്ട്, തെങ്ക് പറഞ്ഞാൽ ക്ഷീണം വന്നിട്ടുണ്ട്, നിസ്സഹായനായിട്ടുണ്ട് എന്നൊക്കെ. ജബ് കബി എപ്പോഴാണോ ഉൻക മൻഹൂസ് ചെഹ്റ, അവരുടെ ആ അപലക്ഷണമുള്ള ചെഹ്റ മുഖം, ദേഖ്താഹും കാണുന്നത്, റംഗോമെ ഹൂൻ കോൽനെ ലഗ് ജാത്താ ഹെ. റംഗോമെ, റംഗോം എന്ന് പറഞ്ഞാൽ റംഗല്ല, റംഗ് എന്ന് പറഞ്ഞാൽ നിറാണ്. ഇത് റഘോമെ, റഘോമി എന്ന് പറഞ്ഞാൽ, റഘ എന്ന് പറഞ്ഞാൽ നരമ്പുകളാണ്. റഘ എന്ന് പറഞ്ഞാൽ എഴുതിക്കോളിട്ടാ, റഘോമെ നരമ്പുകളിൽ, ഖൂൻ കോൽനെ ലഗ് ജാത്താ ഹെ, ലഗ് ജാത്താ ഹെ. ഖൂൻ രക്തം, കോൽന കോലാന എന്ന് പറഞ്ഞാൽ പിന്നെ തെളിക്കാൻ തുടങ്ങുക എന്നൊക്കെയാണ്. അഥവാ ഇങ്ങനെ തിളക്കൂലേ, മനസ്സിലാവുണ്ടോ? അങ്ങനെ രക്തം തിളക്കാന്ന്, യുവത്വത്തിൻ്റെ തിളപ്പ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് എന്തെന്ന് പറയാം, കോൽന. തുറക്കാന്ന് കോലിനൊക്കെ അർത്ഥമുണ്ട്. ഏതായാലും നോക്കി, ഇനി ഓൻ പറയാണ്, ആര് ഉസ്താദ് മങ്കു പറയാണ്, കോയി നയാ കാനൂൻ വാനൂൻ ബന്നെ തോ ഉൻ ലോഗോൻ സെ നജാത്ത് മിലെ. കോയി ആരെങ്കിലും, നയാ കാനൂൻ പുതിയ നിയമം, നമ്മുടെ പാഠത്തിലേക്ക് വരട്ടാ. നമ്മുടെ പാഠം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിരുന്നു, എന്ത് മൂപ്പരുടെ മൂപ്പര് ഇങ്ങനെ അറിവൊക്കെ ഇങ്ങനെ കിട്ടി. പിന്നെ മാത്രമല്ല, ബ്രിട്ടീഷുകാരിൽ നിന്നും ഭയങ്കര ദേഷ്യമായിരുന്നു. അനഞ്ഞ് ഈ ബ്രിട്ടീഷ് ഭരണമൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു പുതിയ നിയമം വരും എന്നാണ് മൂപ്പരുടെ കാഴ്ചപ്പാട്, ആരുടെ, ഉസ്താദ് മങ്കുവിൻ്റെ. അതുമായി ബന്ധപ്പെട്ട പുസ്തകത്തിന്, പാഠത്തിന് നയാ കാനൂൻ എന്ന് വെക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞു. ഇനി പറയണം എന്ത്, എവിടെ കോയി ആരെങ്കിലും നയാ കാനൂൻ വാനൂൻ ബന്നെ തോ, ആരെങ്കിലും നയാ കാനൂൻ പുതിയ നിയമം, വാനൂൻ ബന്നെ എന്ന് പറഞ്ഞാൽ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് എന്തെന്ന് പറയുക, വാനൂൻ ബന്നെ. കാനൂൻ വാനൂൻ ബന്നെ എന്ന് പറഞ്ഞാൽ നയാ കാനൂൻ പുതിയ നിയമം ഉണ്ടാക്കുന്ന, നിയമം ഉണ്ടാക്കുന്ന ആളുകൾ. തോ ഉൻ ലോഗോൻ സെ നജാത്ത് മിലെ, ആ മനുഷ്യരിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, ഒരു രക്ഷ കിട്ടും. ആരെങ്കിലും ഒരു പുതിയ നിയമം ഉണ്ടാക്കിയാൽ നമുക്ക് അവരിൽ നിന്നൊരു രക്ഷ കിട്ടും. ആരിൽ നിന്ന്? ആ ലോകത്തിൽ നിന്ന് തന്നെ, ബ്രിട്ടീഷുകാരിൽ നിന്ന്. തേരെ കസം, നിന്റെ ഭാഗ്യം, ജാൻമേ ജാൻ ആജായേ, അഥവാ ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്ന്. ജാൻമേ ജാൻ ആജായ എന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസം വരുന്നുണ്ട് എന്ന്.
മനസ്സിലാവണ്ട. അഥവാ പുതിയ നിയമം ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ഒരു പുതിയ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നു. മനസ്സിലാവണ്ട ഉണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കൊരു 2 വരുമ്പോഴടുത്ത് നിർത്തുക അല്ലേ? ഔർ പിന്നെ ജബ് എപ്പോഴാണോ ഏക് റോസ് ഒരു ദിവസം ഉസ്താദ് മങ്കു കച്ചേരി എന്ന് പറഞ്ഞാൽ കോടതി, കോടതിയിൽ നിന്നും അപ്പിനെ താങ്കേപ്പർ തൻ്റെ കുതിരവണ്ടിയുടെ മേൽ, താങ്കേപ്പർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി, അപ്പോൾ നമ്മൾ കുതിരവണ്ടിക്കാരൻക്ക് എന്ത് ചെയ്ത് 2 കുതിരവണ്ടി കോച്ചുവാൻ തന്നെ കുതിരവണ്ടിക്കാരൻ, താങ്ക എന്ന് പറഞ്ഞാൽ എന്ത് കുതിരവണ്ടി, അപ്പിനെ താങ്കേപ്പർ തൻ്റെ കുതിരവണ്ടിയുടെ മേൽ 2 സവാരിയാൻ ലാദേൻ ഔർ ഉൻകി 2 യാത്രക്കാരായിട്ടുള്ള എന്ത് ലാദേൻ എന്ന് പറഞ്ഞാൽ എന്ത് അഥവാ ദോ സവാരിയാൻ ലാദേൻ എന്ത് 2 യാത്രക്കാരിങ്ങനെ കൊണ്ടുവരുമ്പോൾ അവർ ഉൻകി ഗുഫ്തുക്കു അവരുടെ സംരക്ഷണത്തിൽ നിന്നും ഉസ്കോ പത്താ ചല ആർക്ക് നമ്മുടെ ഉസ്താദ് മങ്കുവിന് എന്ത് കിട്ടി, ഒരു വിവരം കിട്ടി. ഹിന്ദുസ്ഥാൻ മേ ജദീദ് ആയിൻ നാഫിദ് ഹോനെ വാലാ ഹേ. ഒരിക്കൽ ഉസ്താദ് മങ്കു എന്ത് ചെയ്യാണ്, തൻ്റെ കുതിരവണ്ടിയിൽ 2 കോടതിയിൽ നിന്നുള്ള 2 ആൾക്കാരെ കൊണ്ടുവരികയാണ്. കോടതിയാവുമ്പോൾ അവിടെ നല്ല നിയമത്തിൻ്റെ ആൾക്കാർ, നല്ല വക്കീലുമാർ, ഇങ്ങനത്തെ ആൾക്കാരല്ലേ കാരണം. അപ്പോൾ ഓരെ ഇങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ അവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് ഇങ്ങനെ വരുമ്പോൾ അവരിൽ നിന്നും ഒരു പത്താ ചലാക്ക് ഒരു എന്ത് കിട്ടി, ഒരു അഡ്രസ്സ് കിട്ടിയാൽ ഒരു വിവരം കിട്ടി. എന്തെന്നാൽ ഇന്ത്യയിൽ ജദീദ് ആയിൻ പുതിയ എന്ത് നിയമം, ജദീദ് പറഞ്ഞാൽ പുതിയ, ആയിൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനക്കാണ് ആയിൻ എന്ന് പറയാം. നാഫിദ് ഹോനെ വാലാഹെ നടപ്പിലാകാൻ പോകുന്നുണ്ട്. तो അപ്പോൾ उसकी खुशी को कोई इंतहा न रही. ഇത് കണ്ട് കേട്ടപ്പോൾ, കാരണം ഇത് വക്കീലന്മാരാണ് ഈ പറയുന്നത്, കോടതിയിൽ നിന്ന് ഉള്ള 2 ആൾക്കാരാണ് നമ്മുടെ എന്തിലുള്ളത്, നമ്മുടെ വാഹനത്തിലുള്ളത്. അവരെത്തുന്നത് കണ്ട് കേട്ടപ്പോൾ ഉസ്കി ഖുഷ്കി അവൻ്റെ എന്തിന് സന്തോഷത്തിന് കോയി ഇന്തിഹാ നരഹ രഹി ഒരു അറ്റുണ്ടായിരുന്നില്ലാന്ന്. പിന്നാണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ പുതിയ നിയമം വരുന്നുണ്ട്. പിന്നെ ഇനി അവിടുന്നാണ്ട് കാണുന്ന ആൾക്കാരോട് മുഴുവൻ എന്ത് ചെയ്യും, ഈ നിയമത്തെക്കുറിച്ച് ഇങ്ങനെ പറയും. മനസ്സിലാവണ്ട? അപ്പോൾ അതാണ് സംഭവം. ഏതായാലും ഇൻഷാ അല്ലാഹ് അവിടെ നിന്നോട്ടെ, നിർത്തില്ലേ, കുറേ ആയാലും നിങ്ങൾക്ക് ചടക്കും ചെയ്യും. ഏതായാലും അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വേർഡുകൾ ഞാൻ പറഞ്ഞുതരാം. നാഫിദ് ഹോനെ വാലെ എന്ന് പറഞ്ഞാൽ നടപ്പിലാകാൻ പോകുന്ന, ജദീദ് ആയിൻ എന്ന് പറഞ്ഞാൽ പുതിയ ഭരണഘടന, ഗുഫ്തുഗു സംരക്ഷണം, താങ്കെ എന്ന് പറഞ്ഞാൽ കുതിരവണ്ടി, കച്ചേരി എന്നാൽ കോടതി, ബുഡ്ബുഡാനെ ലഗ്ജാത്തെ ജാത്താന ബുഡ്ബുഡാന എന്നാൽ പൊങ്ങച്ചം പറയുക. മനസ്സിലാവണ്ട? മൻഹൂസ് അകലം, അപലക്ഷണം, മൻഹൂസ്. പിന്നെ ഏതാ വീടുള്ളത്, ആസ്തീൻ എന്ന് പറഞ്ഞാൽ കുപ്പായക്കൈ. പിന്നെ ഗിഡ്പിഡ് പറഞ്ഞാൽ അറിയാത്ത ഭാഷയിൽ സംസാരിക്കുക. അങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടൂലേ, അതേപോലെ അറിയാത്ത ഭാഷയിൽ സംസാരിക്കുന്നതിനാണ് ഗിഡ്പിഡ്. മനസ്സിലാവുണ്ടോ? സംശയങ്ങളുള്ളത് ചോദിക്കണം കേട്ടോ. പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ആ പ്രയോഗം ഉണ്ടല്ലോ, അത് ശരിക്കും പഠിക്കും ചെയ്യാം. ആഗലേനെ ആയത്തെ അബ് കർക്കെ മാലിക് ഹി ബൻ ഗയേ ഹൈ. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലാവുണ്ടോ? ഈ പാഠം ഒന്ന് ഇപ്പോൾ എന്നെടുത്ത വേർഡുകളൊക്കെ ഒന്ന് ശരിക്കും പഠിക്കും ചെയ്യും. നിങ്ങൾ ശരിക്കും ഞാൻ എടുക്കണ ഈ വേർഡുകളൊക്കെ ഒന്ന് കാണാതെ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറുദുവിൽ നല്ല പദസമ്പത്തും നല്ലൊരു ഉറുദു അറിയുന്ന ആളായി മാറാൻ കഴിയും. കാരണം അത്രയ്ക്ക് നല്ല വേർഡുകളാണ് ഇതിലിങ്ങനെ പറയുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവണില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഉഷാറായിട്ട് ഈ പാഠം പഠിച്ചു വരിക, ഇതിലത്തെ നല്ല അർത്ഥങ്ങളൊക്കെ നോക്കി വരിക. സംശയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് എന്നോട് PM-ൽ വന്ന് ചോദിച്ചാൽ അറിയുന്നതാണോ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പ്രഗത്ഭരും പ്രശസ്തരൊക്കെ ആയിട്ടുള്ള മറ്റു ഉസ്താദന്മാരോടൊക്കെ ചോദിക്കുക. നമ്മളെ സമദ് ഉസ്താദൊക്കെ ഉണ്ടല്ലോ, അതിനോടൊക്കെ ചോദിച്ചാൽ മതി. ഉസ്താദ് PG ഒക്കെ എടുത്തല്ലോ ഉറുദുവിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്നായിക്കോട്ടെ, ഇന്നിപ്പോൾ തൽക്കാലം ഇവിടെ നിന്നോട്ടെ. അസ്സലാമു അലൈക്കും.